അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കഴിക്കാത്ത ടൈപ്പ് കുറച്ച് സാധനങ്ങളാണ് കഴിച്ചത്. ഹലോ ഫാമിലി, ഞാൻ കുറച്ച് തിരക്കുകളിലായതുകൊണ്ട് എനിക്ക് പല വീഡിയോസും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ബാംഗ്ലൂർ ഞങ്ങളൊരു ഷോന് പോയപ്പോൾ ഞാൻ വെറൈറ്റി ആയിട്ടൊരു ഫുഡ് കഴിച്ചു എന്നുള്ള കാര്യം. അത് വേറെ ഒന്നുമല്ല, ആടിൻ്റെ തല വെച്ചിട്ടുള്ളൊരു കറിയാണ്. അതിനകത്ത് കറക്റ്റ് എനിക്ക് തന്നെ കണ്ണുമൊക്കെയും കിട്ടി. അപ്പോൾ ആ പോർഷനിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങോട്ട് ഫ്ലൈറ്റിന് പോയപ്പോൾ ഞാൻ കഴിച്ച എന്താണെന്നുള്ളതിൽ നിന്നും തുടങ്ങി അങ്ങനെ അതുമാതിരി ഒരു ജേർണിയിൽ പോലാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അതാ ചേച്ചിയും അമ്മയും പാപ്പും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫുൾ ടൈം വീഡിയോ കോളിലാണ്. കാരണം എല്ലാ വട്ടവും അവർക്ക് ലൈക്ക് അമ്മയ്ക്കാണെങ്കിലും പാപ്പുവിനാണെങ്കിലും നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പാപ്പുവിന് ക്ലാസ് ഉണ്ട്, അമ്മയ്ക്കാണെങ്കിലും ഹെൽത്തൊക്കെ ഇതാണ്. അപ്പം എല്ലാവരെയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ വട്ടം ഞങ്ങളാണ് പോയത്. അപ്പോൾ ആദ്യം ഞാൻ ഫ്ലൈറ്റിൽ കഴിക്കാൻ തുടങ്ങിയത് പേപ്പർ ബോട്ടിൻ്റെ സ്വിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വിങ്ങിൻ്റെ ഈ ഒരു ഡ്രിങ്കാണ്. മാംഗോ ഫ്ലേവേർഡ് ആയിരുന്നു. എനിക്ക് ജനറലി വലിയ താല്പര്യം തോന്നാറില്ല, പക്ഷേ സ്വിങ് വാസ് ഗുഡ്. ഒരു ഫ്രൂട്ടി ഫ്ലേവർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് വെജ് ആയിരുന്നു. അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഹെർബ് റോസ്റ്റഡ് വെജിറ്റബിൾ റോൾ എന്നായിരുന്നു. ഓർമ്മ ശരിയാണെങ്കിൽ അല്ല കറക്റ്റ്. അതിപ്പം വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മുകളിൽ എഴുതിക്കുന്നത് കണ്ടു. ഫസ്റ്റ് ബൈറ്റിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമായില്ല, പക്ഷേ കഴിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും പോകെ ഇറ്റ് വാസ് ടേസ്റ്റി. ഒരു ചീസിൻ്റെ ലെയറൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി അവിടുന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ വെറുതെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആൻഡ് കോൺ വെച്ചുണ്ടാക്കിയ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അത്ര അൺഹെൽത്തി ഒന്നും ആയിരുന്നില്ല. പക്ഷേ എൻ്റെ ബാംഗ്ലൂർ ട്രിപ്പോട് കൂടെ എനിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ കൂടി. ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ഷോ കഴിഞ്ഞിട്ട് അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് രീതിയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ തന്നത്. ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം ഞാൻ പറയുന്നത് ഈ വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അത് കാണിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ ഈ ഡ്രിങ്ക്, എനിക്ക് സാധാരണ പേപ്പർ ബോട്ടിൻ്റെ ഡ്രിങ്കുകൾക്ക് മധുരമുള്ള സാധനത്തിൽ ഒരു ഇച്ചിരി ഉപ്പ് ഉണ്ടാവാറുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു മിക്സ് ഇഷ്ടമല്ല. എനിക്ക് എരിവും പുളിയും ഉപ്പും ഒക്കെ അതിൻ്റെ ആ മിക്സിലൊക്കെ പോകുന്നത് ഇഷ്ടം. പക്ഷേ മധുരവും ഉപ്പും ഈവൻ ചില സീൻസിൽ നാരങ്ങ വെള്ളത്തിലിടാറില്ല. അതൊരു ഇലക്ട്രോലൈറ്റ് സ്വഭാവം വരുത്തും അതിന്. പക്ഷേ എനിക്കത് വലിയ ഇഷ്ടമല്ല. ബട്ട് ദാറ്റ് വാസ് ഗുഡ്. ഒരു ഫ്രൂട്ടി ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളവിടെ എത്തിയിട്ട് രാവിലെ തന്നെ സൗണ്ട് ചെക്ക് ചെയ്തു. സൗണ്ട് ചെക്ക് കഴിഞ്ഞ് ഞാൻ ഷോയിന് പോകുമ്പം എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കാറുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. ഷോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര നല്ല സ്പോൺസേഴ്സ് ആയിരുന്നു കേട്ടോ, വെരി സ്വീറ്റ്. അവരുടെ ഫാദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ജേക്കബ് എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഫാദറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ജോൺ എന്നായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ ഐം സോറി. ആരെങ്കിലും അന്നുണ്ടായിരുന്നവരുണ്ടെങ്കിൽ. അപ്പം അങ്കിളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു വലിയ അവരുടെ 1200ഓളം സ്റ്റാഫുകൾക്കുള്ള ഒരു വലിയ പരിപാടിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡിൻ്റെ സംഭവം. എനിക്ക് ആക്ച്വലി ഞാൻ കഴിക്കാത്ത സാധനങ്ങൾ മാത്രമായിരുന്നു. പിന്നെ എനിക്ക് ഓരോ സ്ഥലത്തെ ഫുഡ് ഹാബിറ്റ്സ് കഴിച്ച് നോക്കാനുള്ള വലിയ ആഗ്രഹമുള്ള ആളായതുകൊണ്ട് ഞാനെല്ലാം ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ അവരുടെ സ്ഥലത്തെ ബെസ്റ്റാണ് അവർ നമുക്ക് തന്നത്. പക്ഷേ നമുക്കത് വർക്ക് ആവില്ലല്ലോ ചില സ്ഥലത്തെ ടേസ്റ്റുകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ ഞാൻ നിങ്ങളത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. മോസ്റ്റ്ലി അവരെല്ലാം ഫോക്കസ് ചെയ്തിരുന്നത് മട്ടനിലായിരുന്നു. ശരിക്കും 1200 പേർക്ക് ഇങ്ങനത്തെ ഒരു ലഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. നരേന്ദ്ര, താങ്ക് യു. ഇതാണ് റാഗി ബോൾ. എൻ്റെ തൊട്ടപ്പുറത്തിരുന്നത് ചേച്ചിയും തൊട്ടപ്പുറത്തിരുന്നത് നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ ഫാമിലിയുമായിരുന്നു. ആ ചേട്ടൻ്റെ വൈഫായിരുന്നു എൻ്റെ തൊട്ടിപ്പുറത്തിരുന്നത്. അപ്പോൾ ചേച്ചി എനിക്കിങ്ങനെ ഓരോ സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ റാഗി ബോൾ അല്ലെങ്കിൽ റാഗി പൂണ്ടെന്നോ അങ്ങനെ എന്തോ പറയണേ. റാഗി പൂണ്ടിൻ്റെ റൈറ്റിൽ കിടക്കുന്നത് ബോട്ടിക്കറിയാണ്. ഞാൻ ബോട്ടി അല്ലെങ്കിലും കഴിക്കില്ല. എൻ്റെ ഇപ്പോൾ വന്ന് ഒഴിച്ചത് അത് മട്ടനാണ്. ആ ചെറിയൊരു ബൗൾ പോലത്തെ സാധനത്തിൽ. അതിൻ്റെ അപ്പുറത്ത് ഉള്ളത് ചിക്കനാണ്. പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ ഒരു പായസം. ആൻഡ് ഈ റാഗി ബോളിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് എനിക്ക് ആകെ പ്രശ്നമായത്. ഇത് മട്ടൻ്റെ തലക്കറിയാണ്. നമ്മുടെ ഇവിടെ മീനിൻ്റെ തലക്കറി എന്ന് പറഞ്ഞുള്ള ആടിൻ്റെ തലക്കറിയാണ്. അത് ആടിൻ്റെ കണ്ണാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അങ്ങനത്തെ ഒരു പീസ് ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി. ബിക്കോസ് ഞാൻ മട്ടൻ തന്നെ ജനറലി കഴിക്കൽ കുറവാണ്. നമ്മുടെ കടയിലൊരു ആടുതോമയുണ്ട്, അതൊന്നും അല്ലാതെ പിന്നെ അമ്മ വെച്ചതും അല്ലാതെ പുറത്തുനിന്ന് ഞാൻ മട്ടൻ കഴിക്കാറേ ഇല്ല. ടേസ്റ്റ് എല്ലാത്തിനും നല്ലതായിരുന്നു. പക്ഷേ ഇന്നത്തെ കിടക്കുന്ന സാധനങ്ങൾ ഇതാണെന്നുള്ളതുകൊണ്ട് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാൻ. എന്താണ് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്? ഒരു വേറിട്ട്
അനുഭവമാണല്ലേ? കുറെ പലതരം ഇത്ര വന്നിട്ട് എനിക്ക് അറിയണ ഒരു സാധനം. ഇത് ബ്രഷസ് എങ്ങനെയുണ്ട്? എല്ലാരും ആരുടെയും പ്ലേറ്റിൽ അനക്കൊന്നുമില്ലല്ലോ. മിഥുനൊക്കെ ഒളിച്ചിരിക്കണു. ഞങ്ങൾ എൻറ്റയർ ബാൻഡിന് ഇതൊരു പ്രത്യേകതര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ബിരിയാണി പോലത്തെ ഒരു റൈസ് വന്നു. അഗൈൻ മട്ടൺ ബേസ്ഡ് ആയിരുന്നു. ബട്ട് ദാറ്റ് വാസ് റിയലി ടേസ്റ്റി എല്ലാം എന്നല്ല ഞാൻ പറഞ്ഞ ഒരു സാധനം എല്ലാം ടേസ്റ്റി ആയിരുന്നു. പക്ഷേ നമ്മുടെ ടൈപ്പ് ടേസ്റ്റ് ഇല്ല. പിന്നെ അതിൻ്റെ കൂടെ അതൊരു സെറ്റ് ആവാൻ വേണ്ടി ജീര മസാല എന്ന് പറഞ്ഞിട്ടൊരു ഡ്രിങ്ക്, നമ്മുടെ ജീര സോഡ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കഴിക്കാത്ത ടൈപ്പ് കുറച്ച് സാധനങ്ങളാണ് കഴിച്ചത്. ആൻഡ് അവരുടെ നാട്ടിൽ അവരുടെ രീതിയിൽ നന്നായിരിക്കും. പക്ഷെ എനിക്ക് അത്ര അങ്ങോട്ട് എനിക്ക് കഴിക്കാൻ വന്ന ടേസ്റ്റിൽ എനിക്ക് തോന്നുന്നു ആടിൻ്റെ കണ്ണൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതോടുകൂടി ഞാൻ ചെറുതായിട്ടൊന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ജീരവെള്ളം കുടിച്ച് അവസാനിപ്പിക്കാം. ഇത് വെറൈറ്റി ആയിട്ടുണ്ട്. പിന്നെ വളരെ സ്നേഹത്തോടെയാണ് നമ്മുടെ സ്പോൺസേഴ്സ് നമുക്കിതെല്ലാം പറഞ്ഞു തരുകയും ചെയ്തത്. അതുകൊണ്ട് നമുക്കത് കഴിക്കാതിരിക്കാൻ തോന്നിയില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ ചാറെങ്കിലും ഒക്കെ ആയിട്ട് കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ രക്ഷകനായിട്ട് വൈറ്റ് റൈസും രസവും വന്നിരുന്നു. അങ്ങനെ നമ്മുടെ രക്ഷകനെ കുറച്ച് കഴിച്ചു, മര്യാദയ്ക്ക് കഴിച്ചു. മിക്കവർക്കും കഴിക്കാൻ പറ്റിയില്ല. അതായത് ഇവര് ട്രഡീഷണൽ പറയണത് ഇതിനകത്തുള്ള ഇതിനകത്ത് തരുന്ന ഇതിനകത്തുള്ള നാരങ്ങ വെച്ചിട്ടാണ് കൈ കഴുകേണ്ടത്. അതിന് പിന്നെ അപ്പൊ ഈ കോല് ഇതിനാ പല്ലു തരണം. ബട്ട് നമ്മുടെ ബോയ്സ് ഇത് മട്ടനിലൊക്കെ ഇട്ട് ബോയ്സ് ഇതൊക്കെ ഓൾറെഡി ചെയ്തു. ഇതല്ല അതിതല്ല എന്നൊക്കെ പറഞ്ഞ് പല തർക്കങ്ങളും ഒരു സൈഡിൽ കൂടെ ഫുഡിനെ പറ്റി നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നതുകൊണ്ട് പലരും ഫുഡ് മര്യാദയ്ക്ക് കഴിച്ചില്ല. പിന്നെ ടേസ്റ്റ് നമുക്ക് ഒട്ടും ഫാമിലിയർ ആയിരുന്നല്ലോ. പിന്നെ വിളമ്പറന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഷോ എല്ലാം കഴിഞ്ഞ് വൈകിട്ട് സാഹിത്യ ചേച്ചി, അത് ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങളെല്ലാവരും കൂടെ റൂമിലേക്ക് എത്തി. ഉറക്കം തീരെ ശരിയാവാത്തതുകൊണ്ട് നല്ലൊരു ഉറക്കമൊക്കെ പിടിച്ച് അങ്ങനെ തിരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ടാറ്റാ.